എറണാകുളം കോതമംഗലത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനെ കണ്ടെത്തി. കോട്ടപ്പുറം ഫോറസ്റ്റ് പോസ്റ്റിനടുത്താണ് ഈ ആനയെ കണ്ടെത്തിയത്. നേരിയ മഴയുള്ളതിനാൽ ആനയെ മയക്കുവെടി വയ്ക്കുന്നതിന് തടസ്സമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ആനയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. അപ്പോൾ ആന നേരത്തെ ഇങ്ങനെ ജനവാസ മേഖലയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. ജനവാസ മേഖലയിൽ തന്നെ തുടരുകയായിരുന്നു ഇത്. അപ്പോൾ എന്നിട്ട് മയക്കുപൊടി വെച്ച് ആനയുടെ വായിലെ പരിക്കിൽ മരുന്ന് വെക്കാനായിരിക്കും ഇനിയിപ്പോൾ ആദ്യ ശ്രമം. ആനയുടെ വായിൽ എന്തോ ഒരു പരിക്കുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളമായി, കഴിഞ്ഞ ഒരു 3 ആഴ്ച ആന ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും ആന ഇവിടെ കണ്ടെത്തി. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിനെ പിടികൂടുക എന്നുള്ളതാണ് ചോദ്യം. മയക്കുപൊടി വെക്കാണ് ആദ്യ പ്രൊസീജിയർ. പക്ഷേ മയക്കുപൊടി വെക്കാൻ ഇപ്പോൾ അവിടെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മഴയത്ത് മയക്കുപൊടി വെച്ചാൽ വെടി ചീറ്റിപ്പോവും. അപ്പോൾ അത് കാരണം തടസ്സമാണ് എന്ന് പറയുന്നു. ലാൽ കൃഷ്ണ ചേരുന്നു. ലാൽ, ഈ ആനയുടെ വായിൽ എന്ത് പറ്റിയതാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ആനയുടെ വായിൽ തീറ്റിയെടുക്കുന്ന സമയത്ത് എന്തോ പരിക്ക് പറ്റിയതാണ് എന്നുള്ളതാണ്. കമ്പവും മറ്റോ കുത്തിക്കേറിയതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷെ അതുകൊണ്ട് ആനയ്ക്ക് ഭക്ഷണം എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ജനവാസ മേഖലയിലേക്ക് വന്നത്. ഈ ചക്കപ്പഴം പോലെ കഴിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം എന്നുള്ളതാണ്. നമുക്ക് ആനയ്ക്ക് കഴിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം എന്ന രീതിയിൽ ചക്കപ്പഴം അടക്കമുള്ള ഭക്ഷണങ്ങൾ തേടി ആന ജനവാസ മേഖലയിലേക്ക് വന്നതാണ് എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ജനവാസ മേഖലയിൽ നിൽക്കുന്ന ആന രാത്രി പകല് എന്നുള്ള ഭേദമില്ലാതെ ആളുകളെ വിരട്ടി ഓടിക്കുന്നുണ്ട്. അത് ഭയപ്പാട് കൊണ്ടായിരിക്കും. പക്ഷേ ആളുകൾക്ക് അതിനേക്കാൾ വലിയ ഭയമാണ്. സാധാരണഗതിയിൽ ആന അത്രയധികം പരിചിതമല്ലാത്ത മേഖലകളിലേക്ക് ഈ ആന എത്തിയതാണ് നാട്ടുകാരെ കൂടുതൽ പ്രകോപിതരാക്കുന്നതും ആശങ്കയിലേക്ക് കൊണ്ടുവരുന്നത്. സാധാരണ നമ്മൾ സ്ഥിരം പറയുന്ന മേഖലകൾ എന്ന് പറയുന്ന കോതമംഗലത്തെ കോട്ടപ്പടി, പ്ലാമുടി, വടക്കും ഭാഗവും ബാവേലി ഭാഗങ്ങളിലേക്കാണ്. പക്ഷേ ഇത് അല്പം കൂടി മാറി പിണ്ടിമന എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ ജനവാസ മേഖലയിലേക്കാണ് ആന എത്തിയിരിക്കുന്നത്. അവിടെയുള്ള ആളുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രത്യക്ഷമായ സമരത്തിൽ തന്നെയായിരുന്നു ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി ഷിബു ബേബി ജോൺ പ്രത്യേക നിർദ്ദേശം നൽകിയത്. നിലവിൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആനയെ മയക്കുവെടി വെക്കുന്നതിന് പുറമെ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്നലെ രാത്രിയോടെ തന്നെ കോടനാട് എത്തിയിട്ടുണ്ട്. മലയാറ്റൂർ DFOയ്ക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വരിക. മലയാറ്റൂർ DFOയുടെ നേതൃത്വത്തിലാണ് ഇന്ന് മയക്കുവെടി വെക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ആനയെ ലൊക്കേറ്റ് ചെയ്യുക, ആന ഏകദേശം ഒരു ദിവസം 12 കിലോമീറ്ററിലധികം വയ്യാത്ത ആനയാണ്. 20 വയസ്സുള്ള മോഴ ആനയാണിത്. ആനയ്ക്ക് 20 കിലോമീറ്റർ അധികം യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ ഒരു RRT സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇതിന് പുറമെ ഭൂതത്താങ്കെട്ട് ഡിവിഷനിലടക്കം, ഭൂതത്താങ്കെട്ട് ഫോറസ്റ്റ് ഡിവിഷന്റെ ഭൂതത്താങ്കെട്ട് ഫോറസ്റ്റ് റേഞ്ചിന്റെ ഭാഗങ്ങളിലടക്കമുള്ള ഇടങ്ങളിൽ ഇതിനുവേണ്ടി പ്രത്യേക പോസ്റ്റുകളെയും സ്ഥാപിച്ചിട്ടുണ്ട്. ആനയെ റേഡിയോ കോളർ മുഖേന ഘടിപ്പിച്ചതിന് ശേഷവും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. മയക്കുവെടി വെച്ച ശേഷം ആദ്യഘട്ടത്തിൽ ഈ ആനയുടെ വായ്ക്കകത്ത് പറ്റിയിരിക്കുന്ന മുറിവ്, അതിന് മരുന്ന് വെച്ച് കിട്ടുക എന്നുള്ളതാണ് പ്രധാന നടപടി എന്ന് പറയുന്നത്. ആ മുറിവ് വെച്ച് കിട്ടിയതിന് ശേഷം അതിനോടൊപ്പം തന്നെ റേഡിയോ കോളറും ഘടിപ്പിച്ച് ആനയെ നിരീക്ഷിക്കാം. ജനവാസ മേഖലയിലേക്കോ മറ്റോ വരികയാണെങ്കിൽ RRTക്ക് ആനയെ പ്രത്യേകിച്ച് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പവും ആനയെ തിരിച്ചു തുരത്തി കാട്ടിലേക്ക് ഓടിക്കുന്നതിനും സഹായമാകും എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാരുടെ ആശങ്ക എന്ന് പറയുന്നത് ഇത്രയും ദിവസം ഈ 3 ആഴ്ച ജനവാസ മേഖലയിൽ കഴിഞ്ഞ ആന സുഗമമായി ഭക്ഷണം കിട്ടും എന്ന് മനസ്സിലാക്കിയ ആന തിരികെ കാട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് വീണ്ടും ജനവാസ മേഖലയിൽ തന്നെ കഴിയും. പ്രത്യേകിച്ച് ഈ മേഖല എന്ന് പറയുന്നത് വാഴ, പൈനാപ്പിൾ കൃഷിയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ പൈനാപ്പിളിന്റെ മണം അടിക്കും തോറും ആനയുടെ വരവിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നമ്മുടെ ഈ ജഗജില്ലി കുങ്കിയാനകളെ എത്തിക്കൽ പ്രാക്ടിക്കൽ അല്ലേ? തീർച്ചയായിട്ടും കുങ്കിയാനകളെ എത്തിക്കാനുള്ളൊരു ദൗത്യം ആദ്യഘട്ടത്തിൽ ആലോചനകളുണ്ടായിരുന്നു. പക്ഷേ വയനാട്ടിലുള്ള കുങ്കിയാനകൾക്ക് ഇപ്പോൾ മതപ്പാടിലാണ് എന്നുള്ളതാണ് വനം വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മതപ്പാടുള്ള ആനയെ എത്തിക്കുക എന്നുള്ളത് അപ്രായോഗികമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ തന്നെ തൊട്ടടുത്താണ് കോടനാട് ആന പരിപാലന കേന്ദ്രം. അല്ലെങ്കിൽ നേരത്തെ കുങ്കിയാനകൾ എത്തിച്ച് ആനയെ അവിടേക്ക് മാറ്റി വിദഗ്ധമായ ചികിത്സ അവിടെ നൽകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നിലവിലുള്ള സാഹചര്യം പ്രതികൂലമാണ്. കുങ്കിയാനകൾക്ക് മതപ്പാടായതുകൊണ്ട് ഇവിടേക്ക് കുങ്കിയാനകൾ എത്തിക്കുക എന്നുള്ളത് തന്നെ അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് നിലവിൽ വെറ്റിനറി ഡോക്ടർ സാന്നിധ്യത്തിൽ ആനയ്ക്ക് കാട്ടിൽ വെച്ച് തന്നെ ചികിത്സ നൽകാം എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിലുള്ള ആളുകൾ കൂടുതൽ പ്രകോപിതരാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കാടിനകത്ത് വെച്ച് തന്നെയായിരിക്കും മയക്കുവെടി വെക്കുന്നതും തുടർ ചികിത്സ നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുക. അതിനുശേഷം ആനയെ നിരീക്ഷിക്കും. വീണ്ടും പ്രശ്നബാധിതമായ ഇടപാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആനയെ അവിടെ നിന്ന് മാറ്റാം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. എന്താണെങ്കിലും കോടനാട് ഇതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നടക്കം വെറ്റിനറി ഡോക്ടർ ഇപ്പോൾ കോതമംഗലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മഴ ഒന്ന് ശമിക്കുകയാണെങ്കിൽ ആനയെ ഇന്ന് തന്നെ മയക്കുവെടി വയ്ക്കും, റേഡിയോ കോളറും ഘടിപ്പിക്കും. ഓക്കെ, ലാൽകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആന അപ്പോൾ അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ എന്തോ അസ്വസ്ഥതയുണ്ട്, അതിനെ മാറ്റാനുള്ള ശ്രമം. ജനവാസ മേഖലയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ മാറ്റട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.